ഏതിലാണ് കൂടുതൽ സന്തോഷം വരേണ്ടത്? കർത്താവ് കൂടെയുള്ളതിൽ, പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായതിൽ, ദൂതന്മാരുടെ കാവലുള്ളതിൽ കൂടുതൽ സന്തോഷം വരണം. കർത്താവിന്റെ വചനം നമ്മൾ എന്താണ് കേൾക്കുന്നത്? ഗ്ലോറിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേൾക്കുന്നത്. ഹൃദയം തുറക്കട്ടെ, അതൊരു മഹത്വകരമായ ഒരു കാര്യമാണ്. ഹൃദയം തുറന്നാൽ പിശാചിന് വഴികൾ അടയുകയാണ്, പിശാചിന്റെ വാതിലുകൾ അടയുകയാണ്, ദൈവത്തിന്റെ തേജസ് വെളിപ്പെടും. വചനത്തെ ഏറ്റെടുത്ത് അതിൽ രസിക്കാൻ, അതിൽ സന്തോഷിക്കുവാൻ, ആ പ്രസൻസിൽ സന്തോഷിക്കുവാനുള്ള ഒരു മൈൻഡിനെ ഫോം ആക്കി എടുക്കണം. അവരുടെ കണ്ണ് നിരോധിച്ചിരിക്കുന്നു, ധാരാളം പേരുടെ കണ്ണ് നിരോധിച്ചിരിക്കുകയാണ്. യേശു ക്രൂശിക്കപ്പെട്ടു, മരിച്ച് അടക്കപ്പെട്ടു. പക്ഷേ ചിലർ കല്ലറയിൽ പോയപ്പോൾ അവിടെ കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നു, യേശുവിന്റെ ശരീരം അവിടെ ഇല്ല. ഇവിടെ വാദം എന്താണെന്ന് അറിയാമോ? ചിലർ പറയുന്നു യേശു ഉയർത്തെഴുന്നേറ്റു, ചിലർ പറയുന്നു യേശുവിന്റെ ശരീരത്തെ ശിഷ്യന്മാർ മോഷ്ടിച്ചു കൊണ്ടുപോയി. ഇത് ഇവരുടെ ഇടയിൽ ക്ലാഷാണ്, ഇത് ഇവരുടെ ഇടയിൽ സംശയമാണ്. ഇവർ ഇങ്ങനെ വാദിച്ചുകൊണ്ടേ നടക്കുകയാണ്. ഇവർ ശിഷ്യന്മാരാണ്, യേശുവിന്റെ കൂടെ നടന്നിട്ടുണ്ട്, യേശുവിൽ നിന്ന് ധാരാളം നന്മകൾ പ്രാപിച്ചിട്ടുണ്ട്, യേശുവിൽ നിന്ന് അനേക ആശീർവാദങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇവർ ശിഷ്യന്മാരാണ്, പക്ഷെ യേശുവിനെ കുറിച്ച് അവർ വാദിച്ചുകൊണ്ട് നടക്കുന്നു. കൂടെ നടക്കുന്ന യേശുവിനെ കാണാതെ വണ്ണം കണ്ണ് നിരോധിച്ചിരിക്കുകയാണ്.